ലവ് സ്റ്റോറി തുടങ്ങിയോ? എനിക്ക് ഫ്രണ്ട്സ് ഒരുപാട് പേരുണ്ടായിട്ടുണ്ട്. ഞാൻ കോളേജിലൊക്കെ ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട്. പക്ഷേ ആളെപ്പോലെ ആരെയും ഞാൻ കണ്ടിട്ടില്ല. അല്ലേ? 2017 റിലേഷൻ തുടങ്ങിയതാണ്. ഇപ്പോൾ 10 വർഷത്തോളമായി. ഞങ്ങളുടെ കാര്യം പറഞ്ഞാൽ പല ആൾക്കാർ ഷോക്കാണ്. ഇവർ തമ്മിൽ എങ്ങനെ റിലേഷൻ ആയോ? കാരണം നമ്മൾ കണ്ടാൽ പോലും സംസാരിക്കില്ല. നമ്മൾ അങ്ങനെയാണ് അത് കൊണ്ടുപോയത്. ഈ 10 വർഷത്തിൽ ഞങ്ങൾ രണ്ടും ഒരേ സ്ഥലത്തുള്ള ആൾക്കാരാണ്, ഒരേ പ്രദേശവാസികളാണ്, തമ്മിൽ എല്ലാവർക്കും അറിയുന്ന ആൾക്കാരാണ്. പക്ഷെ ആരും വിചാരിച്ചില്ല ഞങ്ങൾ തമ്മിൽ റിലേഷൻ ഉണ്ട്. ടോക്സിക് റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ഉള്ള ഒരാളാണ് ഞാൻ. എനിക്ക് ആക്ച്വലി എൻ്റെ ഒരു വൈഫിന് സെറ്റാവണ ഒരാളാണ്. അങ്ങനെ എൻ്റെ മനസ്സിൽ. അപ്പോൾ ഗെയിമിലോട്ട് പോവാം. റെഡി? ഏറ്റവും കൂടുതൽ ക്രിഞ്ച് ആരാണ് ഇതില്? റെഡി. ഓക്കേ. കറക്റ്റ്. ഹൂ ഈസ് ഓൾവേസ് റൈറ്റ്? നല്ലൊരു ഗെയിം. ഓക്കേ. എൻ്റെ കുഞ്ഞുമോളാണ്. അവൾ വളരെയധികം ബുദ്ധിമുട്ടി പഠിച്ച് നല്ല നിലയിൽ എത്തിക്കഴിഞ്ഞു. അവൾ എല്ലാത്തിലും ആക്റ്റീവാണ്. ഡാൻസ് ആയാലും വരയ്ക്കാനാണെങ്കിലും എല്ലാത്തിനും അവൾ ഭയങ്കര ആക്റ്റീവാണ്. പിന്നെ ഞങ്ങളുടെ കൂട്ടത്തിലൊരു ചിൽ മൂടുള്ളത് അവൾക്കാണ്. അടിയുണ്ടാക്കി പോകുമ്പോൾ അതിങ്ങനെ രാത്രി ഇങ്ങനെ വന്നിട്ട് കെട്ടിപ്പിടിച്ചു എന്താടാ അടി ഉണ്ടാക്കണേ എന്നൊക്കെ ചോദിക്കും. അപ്പം എല്ലാം ഇങ്ങനെ മറന്നു പോകും. ജന്മങ്ങൾ തേടുന്നു വർണ്ണങ്ങൾ കേൾക്കാം മഴ തോരുമ്പോൾ മൗനം മൂളിയ മോഹങ്ങൾ നീ മായാജാലങ്ങൾ പോലിന്നും മുന്നിൽ നിന്നു. ഞാൻ അമ്മയാണെങ്കിലും അമ്മയൊക്കെ വീട്ടിലത്തെ കാര്യങ്ങളെല്ലാം ഏറ്റെടുത്ത് നടത്തുന്നത് അവളാണ്. എല്ലാവരുമായിട്ട് ഭയങ്കര അറ്റാച്ച്ഡ് ആള്, എല്ലാവരുമായിട്ട്. ഇപ്പോൾ മെയിനായിട്ട് പറയാന്ന് വെച്ചാൽ അവളുടെ ഏട്ടനില്ല. അപ്പോൾ അതവൾക്ക് വലിയൊരു ഫീലാണ് മനസ്സിൽ.